ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലും കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. കുറഞ്ഞ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ സഹായത്തോടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇൻഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെൻ്ററിൽ കെയർ ടേക്കർ തസ്തികയിലേക്ക് സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 30/6/2026 രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിൽ പൂജപ്പുര SBI ഹെഡ് ഓഫീസിന് എതിർവശം വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കെയർ ടേക്കർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. യോഗ്യത +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയാണ്. പ്രായം 25 വയസ്സ് പൂർത്തിയാകണം. 30-നും 45-നും മധ്യേ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസ വേതനം 12,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ ചുമതലയിൽ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ സഹായത്തോടെ തൃശ്ശൂർ ജില്ലയിൽ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിൽ വിവിധ തസ്തികകളിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 2026 ജൂൺ 30 രാവിലെ 10 മണിക്ക് തൃശ്ശൂർ രാമവർമ്മപുരം മോഡൽ ഹോം ഫോർ ഗേൾസിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത MSc അല്ലെങ്കിൽ MA സൈക്കോളജിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി വരുന്നത് 25 വയസ്സ് പൂർത്തിയാകണം. 30-നും 45-നും മധ്യേ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസ വേതനം 12,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് സെക്യൂരിറ്റി പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. യോഗ്യത SSLC ആണ്. പ്രായം 23 വയസ്സ് പൂർത്തിയാകണം. 30-നും 45-നും മധ്യേ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസ വേതനം 10,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് കുക്ക് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. യോഗ്യത മലയാളം എഴുതാനും വായിക്കാനും അറിയണം. പ്രായം 25 വയസ്സ് പൂർത്തിയാകണം. 30-നും 45-നും മധ്യേ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസ വേതനം 12,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലാ കാര്യാലയങ്ങളിലേക്ക് സെക്ടർ കോർഡിനേറ്റർമാരുടെ ഒഴിവ് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ള 50 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അതാത് ജില്ലകളിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. സ്ഥലം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ്, 2ാം നില, സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ്, വഴുതക്കാട്, തിരുവനന്തപുരം. വഴുതക്കാട് ചിന്മയ സ്കൂളിന് എതിർവശമാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 1/7/2026, സമയം രാവിലെ 10 മണി മുതലാണ്. ദിവസവേതനം 840 രൂപയാണ് പെർ ഡേ ലഭിക്കുന്നത്. കൂടാതെ യാത്രാഭത്ത 200 രൂപ ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടിയ ശേഷം ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്തതിൽ 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. മാലിന്യ സംസ്കരണ രംഗത്ത് പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പരിചയം, തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഓരോ സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മീനങ്ങാടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ, ഡ്രൈവർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സെക്യൂരിറ്റി, മൾട്ടിപർപ്പസ് വർക്കർ, ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് BSc MLT അല്ലെങ്കിൽ DMLTയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. ഡ്രൈവർ തസ്തികയിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള DCAയും ഉണ്ടായിരിക്കണം. സെക്യൂരിറ്റി തസ്തികയിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മികച്ച ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന ലഭിക്കും. മൾട്ടിപർപ്പസ് വർക്കർക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മികച്ച ശാരീരിക ക്ഷമതയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ക്ലീനിംഗ് സ്റ്റാഫിന് 7ാം ക്ലാസ് വിജയവും മികച്ച ശാരീരിക ക്ഷമതയുമാണ് വേണ്ടത്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും.
താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡേറ്റയും സഹിതം ജൂൺ 30 രാവിലെ 9 മണിക്ക് മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന കാത്ത് ലാബിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ കാത്ത് ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നുണ്ട്. ജൂൺ 30 ഉച്ചകഴിഞ്ഞ് 2 മുതൽ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. യോഗ്യത BCVT അല്ലെങ്കിൽ DCVT 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.